അങ്ങനെയാണ് ലൈക്ക് ഒരു റിലീജിയന്റെ ഇതിൽ എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് ഇസ് പാസ്റ്റ്, പ്രസന്റ് ഇസ് പ്രസന്റ്. ഖുർആൻ ഇപ്പൊ എന്റെ ഉമ്മയും വിശ്വസിക്കുന്ന ഖുർആൻ ലോകാവസാനം വരെയുള്ള ഒരു ഗൈഡൻസ് ആണ്. ഈ ഗൈഡൻസ് ഓരോ കാലഘട്ടത്തിനും ഉള്ളത് അതിനകത്ത് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസം അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അറബിയിലുള്ള സാധനങ്ങൾ നേരെ മലയാളത്തിലോട്ട് എടുത്ത് കുറെ പേര് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ എറണാകുളത്ത് പോയിട്ട് 4 കടയിൽ നിന്ന് 4 ഖുർആൻ മലയാള പരിഭാഷ മേടിച്ചു 4 രീതിയിലായിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ എന്ത് പറയാൻ? ഇതില് എനിക്ക് ഒരൊറ്റ കാര്യം കൂടി പറയാനുള്ളത്, ഈ ആരിഫ് ഹുസൈന്റെ കേസില് ഇപ്പൊ ഞാൻ ഫയാസ് ഇ അക്ബർ, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മതം അങ്ങനെ ഫോളോ ചെയ്യാത്തൊരു വ്യക്തിയാണ്. പക്ഷെ എന്നെങ്കിലും ഞാനൊരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴും എന്റെ ഫേസ്ബുക്കിലും അവിടെ ഇവിടെ എനിക്ക് വരുന്ന കമന്റ് ബോക്സിൽ നീ മുസ്ലിം അല്ലേ, നീ മദ്രസ, പിന്നെ അതിന്റെ കൂടെ കുറെ നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ആൾക്കാർക്ക് ഇപ്പൊ ആരിഫ് ഹുസൈൻ ആണെങ്കിൽ പോലും നാളെ പാകിസ്ഥാനിലോ അവിടെ എവിടെയെങ്കിലും പോയിട്ട് ആരിഫ് ഹുസൈൻ ഒരു റാഡിക്കൽ എലമെന്റ് ആണെന്നുള്ള ഒരു തോന്നല് ഇപ്പൊ ഞാൻ പറയാണ്. ലൈക്ക് ലെറ്റ്സ് കൺസിഡർ സിറ്റുവേഷൻ, ആരിഫ് ഹുസൈൻ കുറച്ച് ഇപ്പൊ സംഘികളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനിയിപ്പോ സംഘി വർഗീയത തലക്ക് പിടിച്ചിട്ട് പാകിസ്ഥാനിൽ എവിടെയെങ്കിലും പോയിട്ട് അവര് ചെയ്യുന്നത് പോലെ നമുക്ക് തിരിച്ചു ചെയ്യാന്നും പറഞ്ഞിട്ട് പാകിസ്ഥാൻ പാർലമെന്റ് മുമ്പത്ത് പോയി സ്വയം പൊട്ടിത്തെറിച്ച് മരിച്ചു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയാം. നാളെ അത് പറയുന്നതും ഇന്ത്യയിൽ പല ഇന്ന് ആരിഫ് ഹുസൈനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും പറയുന്ന അവിടെ പോയിട്ട് ഒരു മുസ്ലിം പൊട്ടിത്തെറിച്ച് മരിച്ചെന്ന് പറയുള്ളൂ. അത് അവിടെയാണ് ആ പ്രശ്നം വരുന്നത്. ഇത് ആരിഫ് ഹുസൈൻ എന്നുള്ള പേര് മാറ്റിയപ്പോ ലക്ഷ്മിപ്രിയൊക്കെ പേര് മാറ്റിയമാതിരി ആരിഫ് ഹുസൈൻ എന്നുള്ള പേര് മാറ്റിയിട്ട് അർജുൻ റെഡ്ഡി അങ്ങനെ വല്ലതാക്കിയതാണെങ്കിൽ ആ പ്രശ്നം വരില്ല. അതാണ് വിഷയം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതമാണോ മകനാണോ വലുത്? അതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പോ മുസ്ലിംസിന്റെ ഇടയിൽ ഒരു പരലോക വിശ്വാസം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അപ്പൊ ഇത് ഈ ജീവിതമല്ല യഥാർത്ഥ ജീവിതം, ഇതിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്ന്. പക്ഷെ ആരിഫ് ഹുസൈൻ, ഇപ്പൊ ഞാൻ അങ്ങനെ റിലീജിയൻ നിസ്കരിക്കാത്ത ഒരാളാണ്. പക്ഷെ എന്റെ വീട്ടില് എന്റെ ഉമ്മ ഞാൻ പ്രോപ്പർ ആയിട്ടൊരു പാത്തിലാണ് പോകുന്നത് എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ലൈക്ക് നമ്മുടെ എന്താ പറയാ, നമുക്ക് തെറ്റും ശരിയും ഇപ്പൊ ഒന്നുമില്ല. സിമ്പിൾ ഒരു ലോജിക്ക് ഞാൻ പറയുകയാണെങ്കിൽ, എന്റെ മനസാക്ഷിക്ക് ഞാൻ ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ സ്വയം ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അതിൽ തെറ്റാണെന്നൊരു ഗിൽറ്റി തോന്നൽ എനിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, അത്രേ ഉള്ളൂ. പക്ഷെ ആരിഫ് ഹുസൈൻ എന്താ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിക്ക് റീച്ച് വേണം. റീച്ചിന് വേണ്ടിയിട്ട് പുള്ളി കുറച്ചുകൂടെ എന്താ പറയാ, ഇവിടെ ഖുറാനിലുണ്ടെന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്ത പോലെ ഈ മസാല ആഡ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം അറിയോ, ആ ഉമ്മാക്കൊരു പേടി വരും. മകൻ ചെയ്തതിന്റെ പാപം പരലോകത്ത് ഞാനും കൂടി അനുഭവിക്കേണ്ടി വരും എന്നുള്ളത്. ആ ഒരു പേടിയായിരിക്കാം തള്ളിപ്പറയേണ്ടി വന്നത്. അതന്നെ ആയിരിക്കാം സത്യസന്ധമായിട്ട് പറയുന്ന ആസ് പെർ റിലീജിയൻ. ഇപ്പൊ ഹിന്ദുയിസത്തിൽ നോക്കുകയാണെങ്കിൽ പോലും പരലോകം എന്ന് പറയുന്നതും ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇത് പക്ഷെ ഹിന്ദുയിസത്തിന് വേറൊരു ഇവിടെ ഒരു പോസിറ്റീവ് എലമെന്റ് എന്താന്ന് പറഞ്ഞാൽ, ഹിന്ദുയിസം എന്ന് പറയുന്നത് ഒരു മതമല്ല, ഒരു സംസ്കാരമാണ്. ഇപ്പൊ എക്സ്റ്റേണൽ മതങ്ങൾ ഇന്ത്യയിലോട്ട് വന്നപ്പോഴാണ് ഇതിനെ ക്രോഡീകരിച്ച് ലൈക്ക് ഒരു ഗ്രൂപ്പ് ഐഡന്റിറ്റി ആയി മാറ്റി ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു മതം വന്നത്, ഹിന്ദു എന്ന് പറയുന്ന ഒരു മതം വന്നത്. അതല്ലെങ്കിൽ ഈ എക്സ്റ്റേണൽ ലൈക്ക് നോർഡിക് മിത്തോളജി എടുക്കുവാണെങ്കിലും അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ ഇതൊക്കെ എടുക്കുവാണെങ്കിൽ പോലും അവിടുത്തെ എലമെന്റ്സ് ഈ പറയുന്ന പണ്ടത്തെ ചരക്ക് വ്യാപാരത്തിന്റെയും അതിന്റെ ട്രേഡിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് ആ ഒരു എലമെന്റ്സ് ഇവിടെ വന്ന് ഇവിടെ അവനവന്റെ മതം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇതൊരു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തെറ്റിപ്പോവും എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഐഡന്റിറ്റി ആയി മാറി ഹിന്ദു എന്ന് പറയുന്ന മതം വരുന്നത്. അപ്പോഴാണ് ഇപ്പൊ നേരത്തെ ചെയ്ത 33 കോടി ദൈവങ്ങളുണ്ടെന്ന് പറയുന്നത്. ഈ 33 കോടി ദൈവങ്ങളുടെ ഇടയിലും ഇപ്പോഴും കണക്ഷൻ ഇല്ലാത്ത ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. പക്ഷെ അത് കണക്ട് ചെയ്യാത്തിട്ടാണ് ഹിന്ദുയിസം, ലൈക്ക് അതിനെ എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കണക്ട് ചെയ്തിട്ടാണ് ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു റിലീജിയൻ ആക്കിയിട്ട് ഇപ്പൊ പോർട്രേ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇറ്റ്സ് എ കൾച്ചർ. പക്ഷെ മുസ്ലിംസ് അല്ലെങ്കിൽ സെമറ്റിക് മതം വരുമ്പോൾ അത് മതമാണ്. ഇപ്പൊ ഈജിപ്ഷ്യൻ മിത്തോളജി എടുക്കുകയാണെങ്കിൽ അതും കൾച്ചർ ഇവോൾവ് ചെയ്ത് മതമായതാണ്. നോർഡിക് മിത്തോളജി എടുക്കുമ്പോൾ ഇപ്പൊ തോർ നമ്മൾ സിനിമയിലൊക്കെ കാണും, തോറ്, ലോക്കി, ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോർഡിക് മിത്തോളജി എടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ ദൈവമാണ്. അവർക്ക് എന്താ പറയുക, ചില്ലാണ്. ഇപ്പൊ രാമായണം നമുക്ക് സീരിയലാക്കാൻ പറ്റും, ഖുർആനെ സീരിയലാക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതെന്താന്ന് പറഞ്ഞാൽ അവരുടെ കോർ ബേസ്ഡ് ഐഡിയോളജിയാണ് ഇത്. ലൈക്ക് ഇതിനെ ഒരു ഡിഫൻസിന് വേണ്ടി ചെയ്ത ഒരു മെക്കാനിസമാണ്. അവിടെ ഇപ്പൊ പണ്ട് ഇപ്പൊ നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ രാമായണം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രാമായണം ലൈക്ക് ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മലയാളം 2 എന്ന് പറയുന്ന പുസ്തകം തന്നെ എൻറ്റയർലി ബാലിയുടെയും സുഗ്രീവന്റെയും കഥ ആണ്. അന്നൊന്നും നമുക്കാർക്കും ഈ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോ അത് പഠിപ്പിക്കാൻ വിട്ട് കഴിഞ്ഞാൽ SDP അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കും. മുസ്ലിംസിന് ഇട്ടത് മാറ്റാൻ പറഞ്ഞിട്ട് അതെന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി പ്രശ്നം ഉണ്ടാക്കുകയാണ്. അവരുടെ പ്രോട്ടോകോൾ അതല്ല എന്ന് തുറന്നടിച്ചെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കുട്ടി അങ്ങനെയല്ല തുടക്കകാലത്ത് വന്നേന്നും പറഞ്ഞിട്ട്, പിന്നെ ഇടക്കാലം കൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കുകയാണ്. എന്നിട്ടും
കുട്ടിയുടെ വീട്ടുകാരും സ്കൂളുകാരും തമ്മിൽ സംസാരിക്കേണ്ട കേസിൽ SDPI നാട്ടുകാരും ആണ് പ്രശ്നം നാട്ടുണ്ടാക്കും. ഇതിപ്പോ ഇതേ സമയം കുറി ഇട്ടിട്ട് വരാൻ പാടില്ലെന്ന് പറഞ്ഞു, ഒരു യൂണിഫോം ഇട്ട് കുറി ഇട്ട് വരാൻ പാടില്ലെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ വീട്ടുകാരും പറഞ്ഞു. പക്ഷെ അവിടെ BJP-ക്കാര് പോകും, കാരണം അത് അവർക്ക് ഒരു കാഷിംഗ് എലമെന്റ് ആണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്തോ മാല അയ്യപ്പൻ അല്ല ശബരിമല സീസൺ സമയത്ത് കറുപ്പെടുത്തു വന്നു എന്നിട്ട് ഇതേ സെയിം ഒരു സംഭവം സെയിം ഉണ്ടായിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാൽ അവർക്കത് എൻകാഷ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാം ഒക്കെ മോണിറ്റൈസ് ആ ഒരു സംഭവം വന്നപ്പോ നമ്മൾ ഇപ്പോഴത്തെ പ്രതികരിച്ച് നമ്മൾ വല്ലാണ്ടായി പോയി. അത്രേ ഉള്ളൂ. ലൈക്ക് ഇപ്പൊ ആരിഫ് ഹുസൈന്റെ കേസ് ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞു വരുമ്പോ ആരിഫ് ഹുസൈൻ ഇപ്പൊ എവിടെയെങ്കിലും പോയിട്ട് ആരിഫ് ഹുസൈൻ ഈ എക്സ് മുസ്ലിം എന്ന് പറയുമ്പോ ആരിഫ് ഹുസൈന്റെ എൻറ്റയർ ഐഡന്റിറ്റി എക്സ് മുസ്ലിം എന്നുള്ളൊരു ഐഡന്റിറ്റിയാണ്. പുള്ളി മതം വിട്ട മനുഷ്യനല്ല, മതത്തിന്റെ ആ ഒരു ചുറ്റുപാടിലേക്ക് ആ ഒരു സാധനം വെച്ച് എൻകാഷിന് അവിടെയാണ് എനിക്ക് ആരിഫ് ഹുസൈനോട് ഒരു എതിർപ്പ് വരുന്നത്. കാരണം പുള്ളി ഇപ്പൊ മതം വിട്ടൊരു വ്യക്തി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പുള്ളിക്ക് നൈസായിട്ട് ഞാൻ ഇന്ന മതത്തിലാണ് അല്ലെങ്കിൽ ഏത്തിസ്റ്റ് എന്ന് പറയാം. പക്ഷെ പുള്ളി ഏത്തിസ്റ്റ് എന്ന് ഒരിക്കലും പറയും, എക്സ് മുസ്ലിം എന്നാ പറയാം. കാരണം എന്താ പറയുക, പുള്ളിക്ക് അവിടെ വേണ്ടത് ഞാൻ മുസ്ലിം ഐഡന്റിറ്റിയിൽ നിന്ന് മുസ്ലിമിനെ കുറ്റം പറയുന്ന ഒരുത്തൻ, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതൊക്കെ ഒരു ഡബിൾ സ്റ്റാൻഡ് ഗെയിം. അവിടെയാണ് എനിക്ക് ആരിഫ് ഹുസൈനോട് എതിർപ്പ്. ഈ ഡബിൾ സ്റ്റാൻഡ് തന്നെ ആയിരിക്കോ ഇപ്പൊ ഈ UK-യിലും പല നിങ്ങൾ പോയിട്ട് ആരിഫ് ഹുസൈൻ ഇത്ര എതിർപ്പ് വരാനും കാരണം ഈ ഒരു ഡബിൾ സ്റ്റാൻഡ് തന്നെ ആയിരിക്കും. ഞാൻ ഇത് വിഷയം എല്ലാം കൂടി കൂട്ടിയിട്ട് പറയാം. എനിക്ക് തോന്നുന്നു എക്സ് മുസ്ലിം, എനിക്ക് ചില അഭിപ്രായങ്ങളൊക്കെയാണ്, ചിലതിനോട് എക്സ് മുസ്ലിം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഒരു 2007 എങ്ങാണ്ടോ ജർമ്മൻ ബേസ്ഡ് ആയിട്ട് വരെ ഉണ്ടാക്കിയത്. ആക്ച്വലി ഞാൻ ഈ XY എന്നൊക്കെ പറയുന്നതിനെതിരാ. കാരണം ഞാൻ നമ്മളെ പല പ്ലാറ്റ്ഫോമിൽ എക്സ് ബ്രാഹ്മിൻ ഒക്കെ കണ്ടിട്ടുണ്ട്. എനിക്കറിയില്ല എന്തിനാണ് ഈ എക്സ് ബ്രാഹ്മിൻ വരുന്നത്. അത് മറ്റേ ലൈനാണ്. ഞാൻ ഇവരന്മാര് അതെന്ന് വെച്ചാൽ കാരണം വെച്ചാൽ അത് ഇങ്ങനെ ഒരു ലൈനാ. ഇപ്പൊ കുറെ എയ്ത്തിസ്റ്റുകൾ ഇരിക്കുമ്പോ ഞാൻ അവന്മാരെ പോലെ ഒന്നല്ല, ഞാൻ ഇച്ചിരി മേന്മയുള്ള എക്സ് ആണ്. അപ്പം ഇതേപോലെയാണ് ഞാൻ എക്സ് മുസ്ലിമിനെ കണ്ടത്. പക്ഷെ ഇല്ലത്തുനിന്ന് ഇറങ്ങും ചെയ്തു, അമ്മാത്ത് എത്തിയതും ഇല്ല എന്ന് പറയുന്ന പോലെ നടുവിൽ നിൽക്കുന്ന ലൈനാണ്. അപ്പൊ ഇതൊരു ഓൾറെഡി ഒരു വിഭാഗം എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിന്റെ ഓർഗനൈസേഷൻ ഒക്കെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. 2014 ശേഷമാണ് അതോ പ്രവർത്തനം ഭയങ്കര സ്ട്രോങ് ആയത്. അപ്പൊ ആരിഫ് ആരിഫ് ആക്ച്വലി അതിനെതിരായിരുന്നു. ഈ എക്സ് മുസ്ലിം പുറത്തു വന്നതാ. അതായത് എന്ത് അടിസ്ഥാനത്തിൽ എക്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇവരെ കളിയാക്കാൻ വേണ്ടി എക്സ് എന്ന് പറയുന്നതാണോ, പിന്നെ ഈ കൂടുതൽ നേരത്തെ പറഞ്ഞാൽ കൂടുതൽ സ്വീകാര്യത. അപ്പൊ ഞാനൊരു മുസ്ലിമാണ്, ഇപ്പൊ മുസ്ലിം ആയ ഒരു വ്യക്തി ഇസ്ലാമിനെ കുറ്റം പറയുമ്പോൾ അതിനൊരു സ്വീകാര്യത ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്ന പോലെയല്ല, കാരണം ഓൾറെഡി ഇസ്ലാമിലുള്ള ഒരാളാണ്. ഇപ്പം അത് എല്ലാത്തിനും ഇപ്പൊ CPM-നെ കുറ്റം പറയുന്നതിൽ ഒരു റെലവൻസ്, ഒരു കുറച്ചുകൂടി വാല്യൂ ആൾക്കാർ കൊടുക്കും. ഒരു BJP-യിൽ ഒന്നൊരാള് BJP-നെ കുറ്റം പറയുമ്പോൾ അതാണല്ലോ കൂടുതൽ ന്യൂസ് ആവുക. അപ്പുറത്തുള്ളത് നമുക്ക് ലേബൽ ചെയ്യാൻ സുഖം, അത് അമ്മാരാണ്, അത് സംഖ്യയാണ്, അത് വർഗീയാണെന്ന് പറയാം. പക്ഷെ മുസ്ലിമുള്ളവർ കുറ്റം പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വേറെ വഴിയില്ല. അപ്പൊ ഈ ഒരു ലൈനാണെന്നല്ല, എന്തോ അതിൽ അതാണ് ഈ എക്സ് മുസ്ലിമിന്റെ ചരിത്രം. അതാ എനിക്ക് അതിനോട് ആക്ച്വലി വിയോജിപ്പാ. പിന്നെ അമ്മയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ചില വ്യക്തിപരമായി പുള്ളിക്കാരിക്ക് പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ പുള്ളിക്കാരുടെ ഒരു ക്ലൗട്ട്, ഈ പറഞ്ഞ സുഡാപ്പികളോ അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളോ ഉള്ള ഒരു ക്ലൗട്ട് ഈ പറഞ്ഞ പുള്ളിക്കാരത്തിനോട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിലുണ്ടാവുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ആരിഫ് ഹുസൈൻ എന്റെ അഭിപ്രായത്തിൽ ആരിഫ് ഹുസൈൻ ഉമ്മനോട് ദേഷ്യം കാര്യമല്ല. ആരിഫ് ഹുസൈൻ ആക്ച്വലി ഈ പറയുന്ന പോലെ ഉമ്മന്റെ നിസ്സഹായാവസ്ഥ ഒരു ട്രോൾ രൂപത്തിൽ നമുക്ക് കാണിച്ചു തരാ ചെയ്യുന്നത്. ഉമ്മയ്ക്ക് ഇനി എനിക്കറിയില്ല ഹൂറന്മാരെ അങ്ങനെയൊക്കെ, അത് ഉമ്മയിലൂടെ ഇസ്ലാമിനെ തുറന്നു കാണിക്കാന്നാണ് എനിക്ക് മനസ്സിലായത്. അത് പിന്നെ അവിടെ ഇമോഷൻ ഒരുപാട് പേര് ഭയങ്കര വിമർശനവും കാര്യങ്ങളും റിയാക്ട് ചെയ്തവരാണെങ്കിലും എന്താണ് ഇതിനേക്കാളും ഭയങ്കര അതെന്ന് ഇങ്ങനെ എനിക്ക് സംസാരിക്കുന്നത്. കാരണം ഉമ്മേനോട് ഇത് പറയുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഇസ്ലാം എത്രോളം പ്രശ്നമാണെന്നുള്ളത് പുള്ളി ഉമ്മയെ വെച്ച് കാണിച്ചു തരാന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഇസ്ലാമിനെ തുറന്നു പുള്ളി ഒരു പോയിന്റ് എന്തൊരു ഡിസ്കഷൻ ഉണ്ടാക്കുക എന്നുള്ള. എന്ത് വിഷയം എന്നുണ്ടെങ്കിൽ പുള്ളി അതിലൊരു ഡിസ്കഷൻ ഉണ്ടാക്കും. പുള്ളി ആ രീതിയിലാണ് പോകുന്നത്. പിന്നെ അത്യാവശ്യം എനിക്ക് ഇസ്ലാമിസ്റ്റുകളും പുള്ളിക്ക് നല്ല ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഒരു മനുഷ്യന്റെ അനുഭവത്തിൽ നിന്നുള്ള കുറെ കാര്യങ്ങൾ, അനുഭവം നമ്മൾ നോക്കരുതെന്ന് പറയും, പക്ഷെ കുറെയൊക്കെ അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും. ഈ രീതിയിലാണ് കാണുന്നത്. അപ്പൊ ഇനി നമ്മൾ ലണ്ടനിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പുള്ളി പറഞ്ഞ കാര്യത്തിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവ് വന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി കൂടുതൽ ഞാൻ അറിയില്ല കേട്ടോ, നമ്മൾ അറിയാത്ത ഇനി ഖുർആനിൽ വല്ല എക്സ്പ്ലനേഷൻ ഉണ്ടോന്ന് അറിയില്ല. നിലവിൽ ഇന്നലെ ഇതൊരു ഹോട്ട് ടോപ്പിക് ആയിരുന്നു. എല്ലാരും ചറവറ ഇതുണ്ടോ ഇല്ലേ, എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ChatGPT ജെമിനിയൊക്കെ ഭയങ്കര ബിസി ആയിരിക്കും. അങ്ങനെ എല്ലാവരും ഇത് ചോദിക്കുക, എല്ലാവരും സുഡാപ്പികളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല സുഡാപ്പികളും ചോദിക്കുന്നുണ്ട്, സുഡാപ്പികളും ചോദിക്കുന്നത് എങ്ങനെയും ഇതിലൊന്ന് ഒഴിവാക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ മറ്റൊരു വന്ന് ചോദിക്കുന്നത് എങ്ങനെയും ഇതിലൊന്ന് ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ. കാരണം ഇന്നലെ ഇത് ഭയങ്കര ലോകം മൊത്തം ഒരു ഹോട്ട് ടോപ്പിക് ആണിത്. അപ്പൊ ഇനി നമ്മൾ അറിയാതെ എന്തെങ്കിലും ഖുറാനിലുണ്ടോ നിൽക്കല്ല. നിലവിൽ ഞാൻ നോക്കിയാൽ ഖുറാനിലുണ്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇസ്ലാമിക് കൾച്ചറിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ട്. കാരണം ഇസ്ലാമിൽ ഹദീസൊക്കെ വരും. പക്ഷെ ഇപ്പൊ കുറെ ഹദീസ് അല്ലേ, എന്റെ പോയിന്റ് ഇപ്പോഴും ഇസ്ലാം ഇതിലൂടെ ഒന്നും ഇസ്ലാം വെളുക്കൂല എന്നാണ്. ആരിഫിന് തെറ്റ് പറ്റിയാലും ഇസ്ലാം നന്നാവൂല.
വിളിക്കുന്നത് തോന്നുന്നുണ്ടോ? കാരണം ഈ ഒരു സംഭവം, അതായത് ഇപ്പൊ രണ്ട് തന്നെയാണെങ്കിൽ ഇപ്പൊ രണ്ട് തന്നെ ഒരു മതവും വെളുക്കേണ്ട ആവശ്യമില്ല, ഒരു മതവും വെളുക്കേണ്ട ആവശ്യമില്ല, കറക്കേണ്ട ആവശ്യമില്ല. അതാണ് എന്റെ നിലപാട്. ഇപ്പൊ എല്ലാ മതത്തിലെയും ഉള്ള നെഗറ്റീവും പോസിറ്റീവും എല്ലാം തുറന്നു കാണിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നം. പക്ഷെ ഇതിൽ എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ നമ്മള് ഞാൻ എന്റെ ഒരു അനുഭവം വെച്ച് പറയുന്നത്, ഇപ്പൊ ഫെമിനിസ്റ്റുകൾ എന്തെങ്കിലും ചെയ്യുന്നതിന് ഞാൻ കുറ്റം പറഞ്ഞ ഉടനെ എനിക്ക് സ്ത്രീ വിരുദ്ധൻ എന്നുള്ള ചാപ്പ് കിട്ടും. പക്ഷെ ഞാൻ എല്ലാ സ്ത്രീകളെയാണോ കുറ്റം പറയുന്നത്? അല്ല. ഒരു സെർട്ടൻ എലമെന്റ് ഇപ്പൊ അവിടെ തന്നെയാണ് ലൈക്ക് ആൾക്കാർ പെട്ടെന്ന് ഡിഫെൻസീവ് ആവും. ഇപ്പൊ തന്റെ ഒരു ഗ്രൂപ്പ് ഐഡന്റിറ്റിയെ കുറിച്ച് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ, അത് എല്ലാ മനുഷ്യന്മാരിലും കോമൺ ആയിട്ടുള്ളതാണ്. സംസാരിക്കുമ്പോൾ ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി, അവനവന്റെ വ്യക്തി ഇതെന്ന് പറയും. പക്ഷെ എപ്പോഴെങ്കിലും അവനവന്റെ ഗ്രൂപ്പ് ഐഡന്റിറ്റിക്ക് ഒരു കൊട്ട് കിട്ടുമ്പോ ആ ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് തന്നെ അപ്പുറത്തുള്ള ഗ്രൂപ്പ് ഐഡന്റിറ്റി അറ്റാക്ക് ചെയ്യാൻ നോക്കും. അപ്പൊ ഇപ്പൊ ജയ് പറഞ്ഞ പോലെ, ജയ് ഇപ്പൊ റിലീജിയൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ ഞാൻ ഏതെങ്കിലും ഒരു ഹിന്ദുയിസത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയ്ക്ക് അവിടെ ട്രിഗർ ആവും. പക്ഷേ അതാണ് വിഷയം. ഇപ്പൊ മുസ്ലിംസ് എന്ന് പറയുമ്പോ സാധാരണ ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഞാൻ ഇപ്പോഴും കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, SDPI നിന്നും BJP കണ്ടന്റ് ഉണ്ടാക്കുന്നു, BJP വെച്ച് SDPI കണ്ടന്റ് ഉണ്ടാക്കുന്നു. രണ്ടുപേരും പരസ്പരം ഒരു സഹായ സഹകരണ സംഘം അങ്ങോട്ടും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ, ഇത് രണ്ടും ഫോളോ ചെയ്യാത്ത മനുഷ്യന്മാരില്ലേ, ഇത് രണ്ടിലും ഇല്ലാതെ സ്വാഭാവികമായി നമ്മുടെ അല്ല മുസ്ലിം ആണ്, ഇപ്പോ മുസ്ലിം ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അവർ ഈ പറയുന്ന റാഡിക്കൽ അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള സാധനങ്ങളൊന്നും ഫോളോ ചെയ്യാത്ത ആൾക്കാർ. അവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഈ ആരിഫ് ഹുസൈന്റെ സംഗതി വൈറലായി വന്നു. അപ്പൊ ഉടനെ ആൾക്കാർ ഈ സാധനം എടുത്ത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തതിനെ കുറിച്ച് ഒരു അറിവില്ലാത്ത ആൾക്കാർ വരെ ഈ സാധനം എടുത്ത് ഷെയർ ചെയ്യും. സ്വാഭാവികമായിട്ട് ജീവിക്കുന്നു. കാരണം അവർക്ക് അവിടെ അവനവന്റെ ഗ്രൂപ്പ് ഐഡന്റിറ്റിയെ കുറിച്ച് കുത്തി പറഞ്ഞുകൊണ്ടിരുന്ന ഒരുത്തനെ ഒരു സാധനം കിട്ടി, അവനുള്ള മറുപടി എന്നുള്ളത്. ഈ സാധനം ഈ ഇപ്പൊ ജയ് പറഞ്ഞ പഠനം എടുത്തിട്ട് തിരിച്ച് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയോ, ധ്രുവീകരണം കൂടുതലാവും. ഈ ന്യൂട്രൽ ആയിട്ട് നിന്ന ആൾക്കാര് അപ്പൊ SDPയിലോട്ട് ആൾക്കാർ അട്രാക്റ്റഡ് ആവും. കാരണം നമ്മൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. അപ്പുറത്ത് അതേപോലെ ഹിന്ദുസ് ലൈക് ഈ പറയുന്ന റാഡിക്കൽ എലമെന്റ്സ് ഇല്ലാത്ത ആൾക്കാർ വീണ്ടും മറ്റേ VHPന്റെ കൂടെയും അതിന്റെ കൂടെയൊക്കെ പോകും. അങ്ങനെ ആൾക്കാരെ ധ്രുവീകരിച്ച് ഒരു സാധനം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോഴും പറയുന്നു, ആരിഫ് ഹുസൈന്റെ എനിക്കുള്ള എതിർപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ ആരിഫ് ഹുസൈൻ പാകിസ്ഥാനിൽ പോയി പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ നാളെ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന മുസ്ലിം പോയി പൊട്ടിത്തെറിച്ചു എന്നേ പറയുള്ളൂ. അവിടെ എക്സ് മുസ്ലിം വരില്ല, അവിടെയാണ് ഈ പ്രശ്നം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നുമില്ല, ഏതെങ്കിലും ഒരു ഹിന്ദു എന്തെങ്കിലും ഒരു പീഡനം നടത്തിയതിന്റെ കേസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ കമ്മ്യൂണിസ്റ്റുകാരനെ ആയിരിക്കും. പക്ഷെ കമന്റ് ബോക്സ് ആ ഒരു ന്യൂസിന്റെ പേരിൽ കമന്റ് ബോക്സ് എടുത്ത് നോക്കും, സംഖ്യ പെട്ടു എന്നേ പറയുള്ളൂ. സംഖ്യ പിന്നെ ഒരു കുറുത് തൊട്ട സംഖ്യ, ചരട് കിട്ടിയ സംഖ്യ, പിന്നെ എന്തുവാടാ കാവ്യ കൊടുത്ത സംഖ്യ. ഞാൻ എന്റെ അച്ഛന് കൊടുക്കും കാവ്യമുണ്ട്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് അമ്പലത്തെ പരിപാടികൾ മൊത്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെച്ചിട്ട് പാർട്ടിക്കാരെ നടത്തുക. എന്നിട്ട് ഞാൻ ഒരു ടൈമിൽ ഈ ശബരിമലയുടെ കേസ് വന്നപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയൊരു വിഷയം എന്ന് പറയുന്നത്, ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഗതികേട് ആലോചിച്ച് നോക്കിട്ടാ. അമ്പല കമ്മിറ്റിയിലുള്ള കമ്മ്യൂണിസ്റ്റുകാര്, മാലയിട്ട് മലയ്ക്ക് പോകുന്ന കമ്മ്യൂണിസ്റ്റുകാര്, ഇവരൊക്കെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയുടെ വ്യക്തി താല്പര്യവും ഈഗോക്കും വേണ്ടിയിട്ട് ശബരിമലയിൽ യുവതി പ്രവേശനത്തിനെ സപ്പോർട്ട് ചെയ്തിരിക്കേണ്ടി വന്നു. കാരണം അവരവിടെ അവരവിടെ പ്രയോറിറ്റൈസ് ചെയ്ത് എന്താണ്, പാർട്ടിക്കാ പ്രയോറിറ്റൈസ് ചെയ്തത്. അപ്പൊ അവര് ഹിന്ദു ആണോ? ഇത്രയും കാലം അമ്പലത്തിൽ പോയതിന് കാര്യമുണ്ടോ? പക്ഷെ അവര് ആ കണ്ണീരും തുടച്ചു വെച്ചിട്ട് എന്ത് ചെയ്തു, സ്ത്രീകൾ ശബരിമല കയറട്ടെ എന്നും പറഞ്ഞിട്ട് വന്നു. എന്നിട്ട് അപ്പുറത്ത് പോയിട്ടിരുന്നിട്ട് കവടയും നിർത്തും, കേരള എന്നും പറഞ്ഞ് അയ്യപ്പനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ചെയ്യും. അതായത് ലൈക് ഡബിൾ ഐഡന്റിറ്റിയിലാണ് ജീവിക്കുന്നത്. ആരിഫ് ഹുസൈനും അതേപോലൊക്കെ തന്നെയാണ്. പിന്നെ ആരിഫ് ഹുസൈന്റെ ഉമ്മാന്റെ കേസ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ആരിഫ് ഹുസൈൻ ആ ചെയ്തതിൽ ഈ ആൾക്കാർ ഊക്ക് കൊടുത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ആരിഫ് ഹുസൈൻ ഈ പറഞ്ഞത് അമ്മ നഷ്ടപ്പെടുന്ന ഒരാൾക്ക് എപ്പോഴും എങ്ങനെ പോയാലും, ഇപ്പൊ അമ്മ എത്ര വലിയ ദ്രോഹിയാണെങ്കിൽ പോലും ഒരു ചെറിയ ഫീൽ ഓഫ് ട്രോൾ എന്ന് പറഞ്ഞാൽ അതും അശ്ലീലമായിട്ടാണ് ട്രോൾ ചെയ്തത്. 72 ഹൂറന്മാരുടെ ആ ഒരു സാധനത്തിലോട്ട് വരുമ്പോ ആൾക്കാർക്ക് ഇപ്പൊ ഒന്നും വേണ്ട. ലൈക്ക് ആരിഫ് ഹുസൈനെ പോലെ റാഡിക്കലായിട്ട് തോന്നുന്ന ആൾക്കാർക്ക് അത് അടിക്കാനുള്ളൊരു വടിയാണ്. അതല്ലാതെ കാണുന്ന ഏതൊരു സ്വാഭാവിക വ്യക്തിക്കും എന്നുള്ളൊരു തോട്ടേ വരില്ല. അത് വായിക്കുമ്പോ തന്നെ അയ്യേ ആ ഒരു സാധനം വരിക. അവിടെയാണ് ആരിഫ് ഹുസൈന് പ്രശ്നം വരുന്നത്. ആരിഫ് ഹുസൈൻ മാന്യമായ, ഇപ്പൊ നമ്മള് സ്ത്രീകൾക്ക് മാന്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടേ അമ്മ അദ്ദേഹത്തെ അടുപ്പിക്കാറുണ്ടായിരുന്നില്ലേ? ഇല്ല. പുള്ളിയുടെ 3ാമത്തെ കല്യാണം എന്തോ ഡിവോഴ്സ് ആയ സമയത്താണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. പുള്ളി ഇതിനു മുമ്പ് 2 കല്യാണം കഴിച്ചപ്പോൾ മുസ്ലിം ആയിട്ട് ജീവിച്ച ആളാ.
മൂന്നാമത് പിന്നെ അതിന്റെ പിന്നിൽ എന്തൊക്കെയോ സ്റ്റോറി ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നു, ലൈക്ക് വിഹിതം അങ്ങനെ ഇങ്ങനെയൊക്കെ. അതൊന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ അത് പുള്ളിയുടെ പേഴ്സണൽ ലൈഫ്, നമുക്ക് ആദ്യം പേഴ്സണലിലേക്ക് കയറേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇത് പുള്ളിയുടെ പബ്ലിക് ആക്കിയ ഒരു കാര്യമായതുകൊണ്ട് ഞാൻ പറയാണ്, അമ്മയ്ക്ക് പുള്ളി തന്നെ കോയാ കോളിംഗ് എന്ന പരിപാടി തുടങ്ങി, പുള്ളി തന്നെ ഇങ്ങനെ എക്സ്പോസ് ചെയ്യാൻ തുടങ്ങി. ഹദീസും കാര്യങ്ങളും ഒക്കെ ആരെങ്കിലും പുള്ളിയോട് ഡൗട്ട് ചോദിച്ചാൽ പുള്ളി അത് കോളിലൂടെ തന്നെ പറയാൻ തുടങ്ങി. അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പുള്ളിനെ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്. അതൊന്നും അല്ല, ലൈക്ക് എനിക്ക് ആരിഫ് ഹുസൈനോട് ആക്ച്വലി ദേഷ്യം തോന്നി അമ്മയുടെ കേസിൽ തന്നെയാണ്. അമ്മയുടെ കാരണം പുള്ളി അതിപ്പോ മതം എന്ത് സംസാരിക്കണം. ഇപ്പൊ ഞാനും മതത്തിലുള്ള ഞാൻ ഉസ്താദന്മാരൊക്കെ കുറെ ഇരുന്ന് കളിയാക്കാറുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ ഉസ്താദിനെ വരെ ഞാൻ കളിയാക്കിയിട്ടുണ്ട്, നേർക്കുനേര് കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല മാറ്റർ എന്ന് പറയുന്നത്, എങ്ങനെ പോയാലും അവനവന്റെ അമ്മ, ഇപ്പൊ എന്റെ അമ്മയും അമ്മയുടെ അമ്മയും തമ്മിൽ വഴക്കാം. പക്ഷെ എന്നിരുന്നാലും ഞാൻ എന്റെ അമ്മ വന്നിട്ട് എന്റെ അമ്മയുടെ അമ്മയെ ഈ ലെവലില് അധിക്ഷേപിക്കുന്ന സംസാരിക്കില്ല. ഞാൻ എന്തെങ്കിലും ഇപ്പൊ നിങ്ങളുടെ അമ്മ അങ്ങനെ കാണിച്ചില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംസാരിക്കാൻ സമ്മതിക്കൂല, അമ്മ ട്രിഗേർഡാവും. പക്ഷെ അത് ഏതൊരു മനുഷ്യനുള്ള സാധനം, അമ്മ അച്ഛൻ എന്നൊക്കെ പറയുന്നത് ഒരു ഇമോഷണൽ സാധനമാണ്. അതിനെ ഈ ലെവലിൽ അവഹേളിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും ദേഷ്യപ്പെടും. അത് അടിക്കാനുള്ള വടി എന്ന് ചിന്തിക്കാത്ത എല്ലാ മനുഷ്യന്മാരും ദേഷ്യപ്പെടും. ഓക്കെ, ഇതിൽ ഞാൻ പറഞ്ഞത്, ഞാൻ ഈ തമാശക്കൊന്നും ഭയങ്കരമായി കറക്റ്റ് ആവണമെന്നൊന്നുമില്ല. പുള്ളി എന്റെ അഭിപ്രായം എപ്പോഴും ഇസ്ലാമിനെയാണ് പുള്ളി ഉദ്ദേശിച്ചത്. അതാ അപ്പത്തെ സിറ്റുവേഷൻ ഉമ്മനെ വെച്ചുകൊണ്ട് പറഞ്ഞതാണ്. അത് എനിക്കറിയില്ല ആളുകൾക്ക് എത്രത്തോളം, ചില ആളുകൾക്ക് ചിലപ്പോൾ അത് പ്രശ്നമായി തോന്നിയിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ചോളം ഞാനത് ഇങ്ങനെ കാണുന്നുള്ളൂ. പിന്നെ കാരണം മതമാണ് പുള്ളിയുടെ ഉമ്മ. നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പുള്ളിയുടെ എഴുത്തുന്ന. എനിക്ക് പുള്ളിയുടെ ഉമ്മേനെ പേഴ്സണലി അറിയൊന്നുമില്ല. അപ്പൊ പുള്ളിയുടെ ഉമ്മ, പുള്ളിയുടെ എഴുത്തെന്ന് എനിക്ക് മനസ്സിലായത് പുള്ളിയുടെ ഉമ്മ ഒരു മതത്തിന്റെ അടിമയായിരുന്നു. അപ്പൊ കുറെ ആളുകൾ കൂടെ ഉണ്ടായിരുന്നു, അവരെല്ലാം പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത്. അപ്പൊ ഈ മാനിപ്പുലേഷന്റെ ഒരു ഭീകരത പുള്ളി ഇങ്ങനെ കാണിച്ചതാണ് എന്റെ ഒരു ഇത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിലൊരു കാര്യമുണ്ട്. ഈ SDPI അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 100% ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരാൾ തീവ്രവാദി ആയിരിക്കും എന്നാണ് എന്റെ ഒരു വാദം. ഒരു പൊട്ടൻഷ്യൽ ടെററിസ്റ്റ് ആണ് അയാള്. തീവ്രവാദി എന്ന് പറയുന്നില്ല, പൊട്ടൻഷ്യൽ ടെററിസ്റ്റ് 100%. എന്ത് കേസിലാണെങ്കിലും 100% എന്ന് വെച്ചാൽ ഖുർആൻ 100% സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാള്. അത് ഏത് ഗ്രന്ഥം നമുക്ക് പറയാട്ടോ. അതിപ്പോ ഏത് മതഗ്രന്ഥവും 100% വിശ്വാസവും 100% ശരി. അത് ഞാൻ അങ്ങനെ പറയാറ്. പൊതുവെ ഞാൻ ഓപ്പണായി പല സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ 100% ഒരു മതഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്ന ഒരുത്തൻ, 100% വിശ്വസിക്കുന്ന ഒരാൾ, അയാൾ ഒരു പൊട്ടൻഷ്യൽ ടെററിസ്റ്റ് ആണ്. അത് എല്ലാ ബുക്കിലും അങ്ങനെ തന്നെ 100% ശരിയാണെന്നും അത് ഇനിയും നടക്കാനുള്ളതാണെന്നും അത് ലോകാവസാനം വരെയുള്ളതാണെന്ന് വിശ്വസിക്കുന്ന ആൾ. അപ്പൊ ഇങ്ങനെ വെച്ചപ്പോ കുറച്ചുകൂടി അതൊരു നിർബന്ധമായി അത് ഇസ്ലാമിൽ വരുന്നത്, ഇസ്ലാമിലാണ് അത് നിർബന്ധമാക്കുന്നത് വിശ്വാസികൾക്ക്. ബാക്കിയുള്ളിടത്തൊന്നും അത് വലിയ പ്രശ്നമായില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെ വ്യക്തികൾ 100% ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരാൾ ഒന്നെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സുഡാപ്പി ആയിരിക്കും. അപ്പൊ ഇതൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ന്യൂട്രൽ ആയ ആൾക്കാർ, ഇപ്പം ഫാസ് പറഞ്ഞ പോലെ ന്യൂട്രൽ ആയ ആൾക്കാർ തെറ്റായ സാധനം തെറ്റാണെന്നും റെലവെന്റ് അല്ലാത്ത റെലവെന്റ് അല്ലാന്നും പഴയ കാര്യം പഴയതാണെന്ന് അംഗീകരിച്ച് എന്നുവെച്ചാൽ ഇപ്പൊ ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുത്താൽ മതി, ഇതിനിങ്ങനെ 100% എടുക്കേണ്ടതില്ല എന്നൊരു ഭൂരിപക്ഷം പറഞ്ഞു വരുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇസ്ലാമിൽ അതൊരു ഇതാവും. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ അത് പൊയ്ക്കോളും. അത് ന്യൂട്രലായ ആളുകൾ പുറത്തു വരണം. പൊതുവെ ഇസ്ലാമിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ന്യൂട്രലായ ആൾക്കാർ മിണ്ടാതിരിക്കും. അവർ ഈ ക്ലൗട്ട് അല്ലെങ്കിൽ സുളാപ്പികളോ അല്ലെങ്കിൽ ഈ ക്ലൗട്ടിനെ പേടിച്ച് അവരെന്ത് വിചാരിക്കും? കാരണം അവർ ഇസ്ലാം ഭയങ്കരമായിട്ട് ഒരു സോഷ്യൽ സ്ട്രക്ചർ, ഒരു പ്രത്യേക രീതിയിൽ അവർ കൂട്ടിപ്പിടിച്ചു വെക്കുന്ന ഒരു മത. എല്ലാവർക്കും അതിനോട് ബന്ധം വരും. മറ്റേ സാധാ ബാക്കിയുള്ള മതങ്ങളെ പോലെയല്ല. അതുകൊണ്ട് എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും നമ്മളെ തപ്പി വരുമോ അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തെ ബാധിക്കുമോ എന്നുള്ള പേടിയാൻ ആരും മിണ്ടൂല. അപ്പൊ ന്യൂട്രലായ ആൾക്കാർ കൂടുതൽ ഇതിനെതിരെ പ്രതികരിച്ചാൽ ഈ പറഞ്ഞ ആരിഫ് ഹുസൈനൊന്നും ആവശ്യമില്ല. ഇസ്ലാമിലുള്ളതാണ് ഇതിനെ എതിർത്താൽ പിന്നെ ആരിഫ് ഹുസൈൻ റെലവെന്റ് അല്ല. ഇസ്ലാമിലുള്ള ആരും എതിർക്കാത്തോണ്ട്, ന്യൂട്രലായി നിൽക്കുന്ന ആൾക്കാർ മിണ്ടാതിരിക്കുന്നതുകൊണ്ടാണ് ആരിഫ് ഹുസൈൻ ഒരു റെലവൻസ് വരുന്നത്. നാളെ ആലോചിച്ച് ഇപ്പൊ ഇസ്ലാമിലുള്ള നോർമൽ വിശ്വാസികൾ ഈ ഖുറാനിലുള്ള പൊട്ടത്തരങ്ങളോ അല്ലെങ്കിൽ മണ്ടത്തരങ്ങളോ തള്ളി പറഞ്ഞാൽ പിന്നെ എന്ത് റെലവൻസ് ആരിഫ് ഹുസൈനുള്ള? പിന്നെ ആരിഫ് ഹുസൈനോട് ആവശ്യമില്ല. ഇതാണ് എന്റെ മൊത്തത്തിലുള്ള ഒപ്പീനിയൻ. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നത് ഇതിപ്പോ തള്ളി പറയാത്തോണ്ടായിരിക്കാം, അല്ലെങ്കിൽ തള്ളി പറയാൻ പേടിയുള്ളത് കൊണ്ടാണോ? അത് ഓരോ അത് പിന്നെ ഇസ്ലാം വളരെ പുതിയതാ. ഇപ്പൊ ഹിന്ദുയിസം എന്നൊക്കെ പറഞ്ഞതിന് 10 കുറെ പഴക്കമുണ്ട്. ഈ ക്രിസ്ത്യാനിറ്റി അതിന് ശേഷം വന്നതാ. ഇപ്പൊ ക്രിസ്ത്യാനിറ്റി ഒരു യൗവനത്തിലാണെങ്കിൽ ഈ ഹിന്ദു വയസ്സനായി. ഇസ്ലാം എന്ന് പറയുന്ന ഒരു പയ്യനാ. ഈ പയ്യന്റേതായ കുറച്ച് അഗ്രഷനും അത് നാട്ടിൽ അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഈ അഗ്രഷൻ കൂടുതലായിരിക്കും. ഒരു 20 റിബൽ അപ്പൊ ഇസ്ലാമിന് നമ്മൾ ഏജ് വയസ്സ് എടുക്കുമ്പോൾ ഹിന്ദുയിസം പറഞ്ഞ ഒരു തന്തയായി. ക്രിസ്ത്യാനിറ്റി തന്നെ ഒരു കല്യാണമൊക്കെ കഴിച്ച് മറ്റൊരു 30-35 വയസ്സിലെത്തി. ഇസ്ലാം ഇപ്പോഴും 20 വയസ്സ് നമ്മളെ കാലഘട്ടം എടുത്ത് നോക്കുമ്പോ. അപ്പൊ ഇസ്ലാമിലാണ് ഈ അഗ്രഷൻ കൂടുതലാണ്. അപ്പൊ അതിങ്ങനെ മാറി കുറച്ച് ക്രിസ്ത്യാനിറ്റിയിൽ ഇപ്പൊ പ്രശ്നക്കാരി, ഞാൻ എന്റെ വ്യക്തിപരമായ ഒപ്പീനിയനാണ്, ഇപ്പൊ പെന്തക്കോസ്റ്റിനകത്ത് കുറച്ച് ന്യൂജൻ ടീമുകളാണ് പ്രശ്നക്കാര്. പരമ്പരാഗത ക്രിസ്ത്യാനികൾ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നാണ് എന്റെ ഒപ്പീനിയൻ. അപ്പൊ ആ ലെവലിലെത്തി. ഹിന്ദുയിസം പിന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പൊ പിന്നെയും ഇപ്പുറത്ത്
ഇപ്പുറത്തെ ഇസ്ലാം ശക്തി കൂടുമ്പോഴാണ് ഇപ്പുറത്തെ ഈ ഹിന്ദുയിസത്തിന് ഒരു സാധനം വരുന്നത്. അതെ. അപ്പൊ പക്ഷെ നോർമലി അത് ഓക്കെയാ, കൊടുക്കുമ്പോഴാണ് നോർമലി ആൾക്കാർ ഓക്കെയാ. അതുപോലെ ഭാവിയിൽ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റി പോലായി എന്ത് ഹിന്ദുയിസത്തെ പോലെ ആരും എന്ത് പറഞ്ഞാലും ഒന്നുമില്ലാതെ അതിലേക്ക് എത്തണം എന്നാണ് എന്റെ ഒരു ഇത്. അപ്പൊ പിന്നെ ഈ ആരിഫ് ഹുസൈൻ ആർക്കും റെലവൻസ് ഇല്ല. അതെ. ഈ മറ്റേത് ഉണ്ടാകുമ്പോഴേ ഇവിടെ റെലവൻസ് വരുന്നുള്ളത് എന്റെ. എന്താണെങ്കിലും നമുക്ക് പിന്നെ ഇപ്പോ എന്താ ഞാൻ ഇതിപ്പോ എന്തായാലും ഒരു എക്സ്പ്ലനേഷൻ ആരിഫ് ഹുസൈൻ ഇതിൽ കൊടുക്കുമല്ലോ. ഇത് ആരിഫ് ഹുസൈൻ ഇനിയിപ്പോ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, എന്നെ ലണ്ടനിൽ പിടിച്ച ആൾക്കാർ അറ്റാക്ക് ചെയ്തെന്നും പറഞ്ഞ് ഇതൊരു കണ്ടന്റ് ആയിട്ട് ഒരു വർഷം ഓട്ടും. വഫ ഹുസൈൻ, ആരിഫ് ഹുസൈൻ, ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഹുസൈൻ എന്നുള്ള പേരുള്ള ആൾക്കാർക്കാണ് ഈ പ്രശ്നം തോന്നിട്ട്. എന്തായാലും ഇവർക്ക് എന്താ വേണ്ടത് പറഞ്ഞാൽ ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും വേണം കണ്ടന്റ്. അതാണ്. അപ്പൊ അത് വെച്ചിങ്ങനെ ഓട്ടും. അത് നമ്മൾ സഹിക്കുക. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നമുക്കിതൊരു കണ്ടന്റ് അത്ര പറയാനുള്ളൂ. അത്രേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല.